ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഒന്ന് മുറ്റൊന്ന് അടിക്കട്ടെ വെച്ചിട്ട് വന്നാൽ മുറ്റം അടിച്ചാലും വേഗം കരടൊന്നുകൊണ്ട് പോവൊന്നുമില്ല കേട്ടാ. ഒക്കെ മഴ പെയ്തിട്ട് നനഞ്ഞിട്ടൊക്കെ കിടക്കുകയാണ്. എന്നാലും നമ്മൾ ഇപ്പോൾ കഴിവിൻ്റെ പരമാവധിയൊക്കെ തട്ടിക്കൊണ്ടുപോകണുണ്ട്. അപ്പോൾ ഈ ഫോൺ നോക്കിയിട്ടേ നമ്മളെ മീനുമാണ് കേട്ടാ. ഓൾ എന്താപ്പം ഈ കൊടുന്ന് വെച്ചെടുക്കണ വെച്ചിട്ട് ആദ്യം ഒന്ന് സൂക്ഷിച്ച് നോക്കി. പിന്നെ 4 ഭാഗമൊക്കെ ഒന്ന് നടന്ന് നോക്കിയിട്ട് അപ്പോൾ കണ്ടപ്പോൾ ചിരി വന്നു. അപ്പോൾ ഇന്ന് അടുക്കളയത്തെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടാ. എന്താ വെച്ചാൽ അടുക്കളയിലൊന്നും വലിയൊരു വിശേഷം പറയാനൊന്നും ഇല്ല, കാണിക്കാനൊന്നും. അപ്പോൾ കുറേ ദിവസമായി ഉണ്ടായിരുന്നു ഒന്ന് തെങ്ങിൻ്റെ കട ഒന്ന് തുറപ്പിക്കണം എന്ന് വിചാരിക്കണം കേട്ടാ. അപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇറക്കിലൊക്കെ നല്ല വെള്ളം നിൽക്കുകയാണ്, നമ്മൾ ജോലിനെ കിട്ടുന്ന അവിടെയൊക്കെ. അപ്പം എന്തായാലും ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പം ഒന്ന് നേരത്തെ തന്നെ വന്ന്. അപ്പം ഈ ചക്കപ്രാവശ്യം വീണ് പോയതിനൊരു കണക്കില്ല കേട്ടാ. വീണിട്ട് ചീഞ്ഞിട്ടൊക്കെ ഇനി അടുത്ത പ്രാവശ്യം നേരത്തെ കാലത്തെ വരുന്ന ചക്കക്കുട്ടികൾക്ക് വരുമല്ലോ, അവർക്ക് കൊടുത്ത് ഒഴിവാക്കണം കേട്ടാ. അയ്യോ, ഗതിയും വിധിയും കെട്ടുപോയി. ഞാൻ ചക്ക എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ വായൻ്റെ കടയ്ക്ക് മണ്ണിട്ട് മൂടിയിരുന്നു. കോഴിയാൾ ചിക്കും അത്രയ്ക്കത്ര പിന്നെയും മണ്ണിട്ട് കയറ്റും. ഇടങ്ങേറായിട്ടാ. അപ്പോൾ ഈ ചണ്ടിയും ചമ്മലൊക്കെ ഒന്ന് നമ്മൾക്ക് കട തിരക്കുകയെന്ന് വെച്ചെങ്കിൽ അതിലേക്ക് ഇടാലോ. അപ്പം എന്തായാലും മേളിലാച്ചിട്ട് ഇവരപ്പം നിൽക്കണല്ലോ നമ്മൾ ഓരോന്നിനും. അത് വേഗം അടുക്കളയത്തൊക്കെ ഓരോന്നൊക്കെ കണ്ട് ഒതുക്കിയിട്ടാ. അപ്പോൾ ചൂടാമീൻ ഒക്കെ നന്നാക്കി രാവിലെ തന്നെ കുറച്ച് വറുക്കാനൊന്നും ഞാൻ നന്നാക്കിയില്ല. കറിക്ക് മാത്രമുള്ള അങ്ങനെ കറിയൊക്കെ വെച്ചു. പുട്ട് തന്നെ ഇരുന്നു കേട്ടാ. അപ്പോൾ പപ്പടമായിരുന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ അണ്ണന്മാർക്കൊക്കെ കറി വേണമല്ലോ. അപ്പം ഞാൻ വേഗം കുറച്ച് ചെറുപയർ തന്നെ എടുത്തിട്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഒരു 9:30 ആകുമ്പോൾ അതിന് ചായ കൊടുത്തിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാലും നല്ല പണിയെടുക്കുന്ന ഒരു അണ്ണൻ തന്നെ ഇരുന്നിട്ടാ. അപ്പം നമ്മൾ പറയണ പോലെ തന്നെ ഒക്കെ ചെയ്ത്. അപ്പം തന്നെ നല്ല മഴ പെയ്തപ്പോഴത്തെ അത് കോട്ടൊക്കെ ഇട്ടിട്ട് മഴ പെയ്തിട്ട് കയറി നിന്നൊന്നുമില്ല കേട്ടാ. ഒക്കെ കോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്ത്. അപ്പം നമ്മളെ നല്ലോണം കുരുമുളകൊക്കെ ഉണ്ടായിരുന്നതാട്ടാ. എല്ലാ കുരുമുളക് വള്ളി ഇങ്ങനെ ഊർന്ന് വന്നിട്ട് അങ്ങനെ അവിടെ ഇരുന്ന്. അപ്പോൾ ആ കഴിഞ്ഞിൻ്റെ കടയൊന്നും അങ്ങനെ തുറക്കലൊന്നുമില്ല. അപ്പോൾ അണ്ണ അതൊക്കെ പിടിച്ച് പൊക്കി കെട്ടി ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് താഴത്തേക്ക് ഇട്ടിട്ടാ. അപ്പം അന്ന് വാങ്ങഞ്ചി കൊടുന്നേലത്തെ ഉള്ളിക്കൊട്ടയിൽ കയറിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ മുള വന്നിറക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കളച്ച സ്ഥലത്ത് എവിടെയെങ്കിലൊക്കെ ഒന്ന് കുത്തിയിരുന്നു. അപ്പോൾ കട മരഭാഗമൊക്കെ തുരന്നിട്ടാ. അപ്പോൾ അടുപ്പുറത്തേക്ക് പോയി പിന്നെ തുരക്കാം. അപ്പോൾ കോഴിക്കാഷ്ടം ഉണ്ടായിരുന്നു കുറേ ആയിട്ട്. ഇങ്ങനെ കോഴിക്കൂട് വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ കോരിയിട്ട് വെച്ചിട്ട്. അപ്പോൾ ഈ കടയൊക്കെ ഒന്ന് തുരന്നാലല്ലേ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വലിച്ച് കൊണ്ടുപോയി മുൻവശത്തുള്ള 2 തെങ്ങിനും ഒക്കെ കുറേശ്ശെ ഇട്ടിട്ടാ. പിന്നെ ചീമക്കൊന്ന റോട്ടിക്ക് ഇങ്ങനെ കൊമ്പായിട്ട് നിന്നിരുന്നു. അതൊക്കെ അണ്ണനെ കൊണ്ട് വെട്ടിച്ചിട്ട് അതൊക്കെ തെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ട്. എത്രയായാലും ഈ തെങ്ങിൻ്റെ ഇടയൊക്കെ തുരന്ന് കഴിഞ്ഞാൽ തന്നെ പറമ്പ് തന്നെ ഒരു വൃത്തിയല്ലേ. അപ്പം നമുക്ക് എന്തും അടിച്ചു കൂട്ടിയിട്ടും ഒക്കെ കൊണ്ടുപോയി ഇടാലോ. പിന്നെ മഴ പെയ്താൽ വെള്ളം നിൽക്കാനും ഒക്കെയും നല്ലത് തന്നെയാട്ടാ. അത്യാവശ്യം കൂലിയുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ ഒക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം നമ്മളെ കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല, അങ്ങനെ പുറം പണി പുറം കാഴ്ചകളൊക്കെയാണ് കേട്ടാ. അപ്പം ഇയാളെ കണ്ട അപ്പം തുടങ്ങിയതാട്ടാ. ഉമ്മർത്തുള്ളപ്പോൾ കണ്ടിരുന്നല്ലോ. എന്ത് കൊരാന്നാ പറയണേ. കുറച്ച് ഈ വടക്കുപുറത്തുള്ള തെങ്ങിൻ്റെ ഇടയൊക്കെ തുറന്ന് പോകുന്ന 3 തെങ്ങിൻ്റെ ഇട ഉണ്ട് വടക്കുപുറത്തും. ആ 3 തെങ്ങിൻ്റെ ഇട തുറന്ന് പോകുന്ന വരെ കുരച്ചിറക്കണം കേട്ടാ, തൊള്ള കൂട്ടാതെ. വല്ലാത്തൊരു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്ത് കളിക്കാൻ പോയി. അപ്പം എന്നെ കണ്ടപ്പോൾ കുറച്ച് നായ. അപ്പം വീട്ടുകാർ പറഞ്ഞ് ഒച്ചടല്ലേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് മുണ്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞ അനുസരണമില്ലാത്ത റോട്ട് വന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ടാ. പറഞ്ഞ് അങ്ങനെ അയാളിങ്ങനെ തുറന്ന് പോകുമ്പോൾ തുറന്നതിൻ്റെ കടക്കേക്ക് നമ്മളെ ഇങ്ങനെ ചാരി വെച്ചിട്ട് ആകെ ചീഞ്ഞിട്ടുള്ള ഉണക്കലോലകളും
ഓരോ കമ്പും ചില്ലുകളും ഒക്കെ ആയിട്ടുള്ള ഒക്കെ ഞാൻ കൊത്തിയിട്ട് ഒക്കെ തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇട്ടു കേട്ടാ. അപ്പോൾ അവിടെ അങ്ങോട്ട് വൃത്തിയായി. ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ ജൂലിയുടെ കൂടിൻ്റെ അവിടെ വേനൽക്കാലത്ത് ഒരു ചാക്ക് ചകിരിയും അതിൻ്റെ മേലെ കുറേ ഉണക്കമടലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അതിൻ്റെ അടിയിൽ പെരിച്ചേരി അങ്ങനെ മാന്തിയിട്ട് ജൂലിയുടെ കൂടിൻ്റെ എടുക്കുന്ന സ്ഥലം വരെ ഉയർന്നു വന്നിരിക്കുന്നിട്ടാ. ഈ മണ്ണ് മട ഉണ്ടാക്കിയിട്ട് വെറുതെ അടിയിക്കാണ് ആ മട പോയില്ല. ഇനി ഒന്ന് വെയിലൊക്കെ വേണം, അതൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് ആ പൊത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിറച്ചിട്ടും. പിന്നെ ഈ വിഷം വെച്ച് കൊടുക്കാൻ എനിക്ക് ഈ പൂച്ചക്കുട്ടികളുള്ള കാരണം പേടിയാണ് കേട്ടാ. എന്തേലും ചെയ്യണം, ഇല്ലെങ്കിൽ വീടൊക്കെ അങ്ങനെ തീക്കാൻ തോക്കണം മറക്കി വിട്ടാ. പേടിച്ചായി അത്ര ശല്യമായിരിക്കും പേടിച്ചതിനെ കൊണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ കൂട്ടുകാർ. പിന്നെ ഇപ്പോൾ വ്യൂ ഒക്കെ വളരെ കുറവാണ് കേട്ടാ. കുറേ ദിവസം 10-15 ദിവസത്തോളം വീഡിയോ ഇടാതിരുന്നിട്ടേ. പക്ഷെ നമുക്ക് പറ്റാഞ്ഞിട്ടാട്ടാ. എൻ്റെ മരണവും പിന്നെ അത് കഴിഞ്ഞപ്പോൾ പനിയൊക്കെ ആയിട്ട് അത് കാരണം വളരെ വ്യൂസൊക്കെ കുറവാണ്. എന്നാലും നമ്മൾ കിട്ടുക തന്നെ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ വീഡിയോ തല കുത്തി മറിഞ്ഞിട്ടാലും നമ്മളെ വീഡിയോ ഒന്നും യൂട്യൂബൊന്നും റെക്കമെൻഡ് ചെയ്യൊന്നുമില്ല കേട്ടാ. എന്നും ഈ 1ാം ക്ലാസ്സിൽ തന്നെ എന്തേലും ആവട്ടെ. എന്തായാലും നമ്മളെ ഷോർട്സ് വൈറലായിട്ടാണ്. ഓൻ്റെ കൂട് മണ്ണിട്ടിട്ട് മണ്ണിട്ട് മറിച്ചിട് കൂട്. ഞാൻ അയാളോട് പറഞ്ഞേ ആ കൂട്ടിൻ്റെ അടിക്ക് കുറച്ച് മണ്ണാണ്ട് ഇട്ടാളിന്ന്. അപ്പോൾ ഭ്രാന്താണ്ട് കൂടിയോന്. അപ്പം ഞാൻ പറയാം ഓൻ്റെ കൂട് മണ്ണിട്ടിട്ട് മറിച്ചിട്ടാളി എന്നൊക്കെ പറയുമ്പോഴേ ഓനിങ്ങനെ ഭയങ്കര എക്സ്പ്രഷൻ ആവുക. അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാർ. അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ. അപ്പം ഈ മഴയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ളൊരു കുഞ്ഞു വീഡിയോ ഒക്കെ തന്നെയാവും കേട്ടാ. ഒരുപാട് വലിയ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.